SSLC പബ്ലിക് എക്സാം 2026 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറൊക്കെയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാസേജ് വായിക്കാം. അതിൽ 1 തൊട്ട് 5 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് 1 മാർക്കിൻ്റെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദ ഹെൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് മേക്കിംഗ് ഹെർ മോർ ആക്സസിബിൾ ടു ദ ക്രൗഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി എ ക്വൈറ്റ് എൻജോയിങ് ഫോം ഓഫ് വിർച്യു അൺറെക്കഗ്നൈസ്ഡ് ബൈ മോസ്റ്റ് പീപ്പിൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ കമൻറ്റ് ഓൺ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ ഇറ്റ് ഷോസ് ദാറ്റ് ഈവൺ കൈൻഡ് ഹാർട്ടഡ് പീപ്പിൾ ബിക്കെയിം ക്രൂവൽ ആൻഡ് ഫോർഗോട്ട് ദെയർ കമ്പാഷൻ വെൻ ദേ സോ ദ ഏഞ്ചൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആൻസർ നൗൺ ഫ്രേസ് ദ അഡ്മിഷൻ ഫീ ഫോർ ട്രാവലിംഗ് ദ ഷോ. വെർബ് ഫ്രേസ് വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. അടുത്തത് അനദർ ഡേ ഇൻ പാരഡൈസ് എന്നുള്ള പോയത്തെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഡസ് ദ വുമൺ കോൾ ഔട്ട് ടു. ആൻസർ ദ മാൻ ഓൺ ദ സ്ട്രീറ്റ് ആണ് ആൻസർ വരിക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ പോയത്തിലെ തിങ്ക് ടൈസ് എന്നുള്ള എക്സ്പ്രഷൻ എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ദ റിപ്പീറ്റേഷൻ എംഫസൈസ് ദ മോറൽ മെസ്സേജ് ദാറ്റ് പീപ്പിൾ ഷുഡ് തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ സഫറിങ് ഓഫ് അതേഴ്സ് ആൻഡ് ഷോ കമ്പാഷൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ റിഫ്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. ഇത് ലാസ്റ്റ് 2 ലൈൻസാണ് ആൻസർ വരിക. അടുത്തത് മിറർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്രിസിയേഷൻ. അപ്രിസിയേഷനിൽ ഉൾപ്പെടുത്തേണ്ടത് മെയിനായിട്ടുള്ളത് അതിൻ്റെ തീം, പോയറ്റിക് ടെക്നിക്സ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാരഗ്രാഫ് ആയിരിക്കണം. പിന്നെ ആൻസറിൻ്റെ മോഡൽ നോക്കുക. അടുത്തത് അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. 2 പോയത്തിൻ്റെ തീം വന്നിട്ടുണ്ട്. അത് കമ്പയർ ചെയ്തിട്ടുള്ളൊരു പാരഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറിൻ്റെ മോഡൽ നോക്കുക. ഫസ്റ്റ് പോയം ഫോക്കസ് ചെയ്യുന്നത് സ്റ്റഡി ഗ്രോത്ത് ആണെങ്കിൽ രണ്ടാമത്തെ പോയം ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു പാരഗ്രാഫ് എഴുതുക. അടുത്തത് ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് 11 തൊട്ടിട്ട് 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റയർ ഡിസോർഡർ ഏതായിരുന്നാണ്. ടെട്രാമീലിയ സിൻഡ്രോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നെയിം ദ NGO. ലൈഫ് വിത്തൗട്ട് ലിംസ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇസ് പാരൻസ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് ഫെയ്ത്ത്. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 15 തൊട്ടിട്ട് 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 15A റിവ്യൂ ആണ്. ഇവിടെ റിവ്യൂവിൽ ഫോക്കസ് ചെയ്യേണ്ടത് തീം, പ്ലോട്ട്, ക്യാരക്ടറൈസേഷൻ, കണ്ടംപററി റെലവൻസ് ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു റിവ്യൂ ആയിരിക്കണം. അതിന് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡൽ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എ നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ് വിൻസ് ലൈഫ്സ് ബാറ്റിൽ എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു റൈറ്റപ്പാണ്. ഇവിടെ തോൽവിക്ക് വിട്ടുകൊടുക്കാതെ
അച്ചീവ് ചെയ്യേണ്ട ഗോൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഇൻസ്പിറേഷൻ സ്റ്റോറിയുമായി ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അതിൻ്റെ മോഡൽ ജസ്റ്റ് നോക്കുക. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ക്യാരക്ടർ സ്കെച്ചാണ്. അതിൻ്റെ മോഡൽ നോക്കുക. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നെറേറ്റീവാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂസ് റിപ്പോർട്ട്. അതിൽ ഹിൻസ് വെച്ചിട്ട് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഹ്യൂമാനിറ്റി ഈസ് സ്റ്റിൽ അലൈവ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അവിടെ ആ വാറിൻ്റെ സമയത്തും അവിടെ കൈൻഡ്നെസ് കാണിച്ചിട്ടുള്ള 2 പേരുടെ ഹ്യൂമാനിറ്റി ബേസ് ചെയ്തിട്ടുള്ള ആൻസറാണ് എഴുതുന്നത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ ഡയറി എൻട്രി ആണ്. എൻ്റെ മോഡൽ ജസ്റ്റ് നോക്കുക. ഓർ ക്വസ്റ്റ്യൻ ഇന്നസെൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെയിൽ ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ് സബ്ജക്റ്റ് മെയിൻ മെസ്സേജ് വരയ്ക്കുന്ന ഫോർമാറ്റ്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ പ്രൊഫൈലാണ്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇവൻ്റ് ഇൻവിറ്റേഷനാണ്. അതിൽ ഡേറ്റ്, ടൈം, വെന്യൂ, അതുപോലെ ചീഫ് ഗസ്റ്റ്, അങ്ങനത്തെ റെലവൻറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ സ്വന്തമായിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പാസേജ് വായിച്ചിട്ട് അതിൽ WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും എഴുതുന്നത്. അതിൻ്റെ മോഡൽ നോക്കുക. അടുത്തത് കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് 22 തൊട്ടിട്ട് 26 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കാം. അതിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഹെഡ്ലൈൻ ദാറ്റ് പോയിന്റ് ടു കേരളാസ് എക്സലൻറ്റ് അച്ചീവ്മെൻറ്റ്സ് ഇൻ പബ്ലിക് എഡ്യൂക്കേഷൻ. അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ദ മെയിൻ റീസൺ ഫോർ സഡൻ ഡെത്ത്സ് എമംഗ് പീപ്പിൾ അണ്ടർ ദ ഏജ് ഓഫ് 45. ഹാർട്ട് ഡിസീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഡസ് കേരള പ്ലാൻ ടു ഡെവലപ്പ് ഫോർ ഇറ്റ്സ് സ്കൂൾ. ആൻസർ ഓപ്ഷൻ സി ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ സി ആണ്. എയർ പൊല്യൂഷൻ എഫക്റ്റിംഗ് ദ വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ. 27 പാസേജ് എഡിറ്റ് ചെയ്യാനാണ്. റോട്ട് റിട്ടൺ ആവും. പോർട്രേസ്. വിച്ച് ഹൂ ആയിട്ട് മാറും. റിയലൈസ്ഡ് റിയലൈസ്. മേക്സ്. ലുക്ക്ഡ് ലുക്ക്. അടുത്ത ഫ്രേസൽ വെർബാണ്. അതിൻ്റെ ആൻസർ നോക്കാം. അത് 29ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് വേർഡ്സ് ചൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. Sun was staying. Their drive to the beach was very refreshing. There at the beach they watched the sun go down the horizon. In the evening they visited the city hospital where Rohan had an appointment with the cardiologist for his heart issues. Anita made use of the opportunity to consult a dermatologist to treat her sensitive skin. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ
കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിൽ എ നെഗറ്റീവ് വേർഡ് ആയിട്ടുള്ള ഡിഡിൻ യു എന്നാണ് ആൻസർ വരിക. ബി വാട്ട് വാസ് ഇറ്റ് എന്നാണ് വരിക. സി ടെല്ലിങ് മീ ഹൗ ക്ലോസ് ഇറ്റ് വാസ്. ഡി മേ ബി ഐ വുഡ് റാദർ യു വാൺ മീ ഇഫ് യു സീ വൺ അഗെയിൻ. ഇ ഇറ്റ് ഡസ് ഇഫ് അവർ ബേർഡ് വാച്ചിങ് കണ്ടിന്യൂസ് ലൈക്ക് ദിസ് ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് അഡ്വഞ്ചേഴ്സ്. ഇതിൻ്റെ ആൻസേഴ്സ് അടുത്ത റിപ്പോർട്ടർ സ്പീച്ചാണ്. അതിൻ്റെ ആൻസർ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് വെച്ചിട്ട് പാസേജ് കംപ്ലീറ്റ് ചെയ്യാം. എൻ്റെ ആൻസർ